CPM BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് ഒരാളുടെ പോസ്റ്റർ. കോട്ടയം തിരുനക്കരയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പോസ്റ്ററുകൾക്ക് പിന്നിലെ കഥയറിയാം. ഈ കാണുന്നതാണ് ആ പോസ്റ്ററുകൾ. പ്രദീപിനെ വിജയിപ്പിക്കുക എന്ന പേരിൽ കൈപ്പത്തി ചിഹ്നത്തിലും താമര ചിഹ്നത്തിലും അരിവാൾ ചുണ്ടിക നക്ഷത്ര ചിഹ്നത്തിലും ഇവിടെ പോസ്റ്ററുകൾ കാണാം. എന്താണ് ഈ പോസ്റ്ററുകൾ ഇവിടെ വരാനുള്ള കാരണം? അത് അന്വേഷിക്കുകയാണ് നമ്മൾ. നമുക്ക് ഇതിന്റെ കാരണം തേടി പോകാം. വാ. ഒടുവിൽ നമ്മൾ അങ്ങനെ ആ പോസ്റ്ററിൽ കണ്ട ആളെ കണ്ടെത്തിയിട്ടുണ്ട്. 3 പാർട്ടിയുടെയും പോസ്റ്ററിൽ പടം പിടിച്ച പ്രദീപ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇതൊരു ഡിസൈനിങ് സ്ഥാപനമാണല്ലേ? അതെ അതെ അതെ, ഞാനാണ് പ്രദീപ്. ഇത് ഗ്രാഫിക് ഡിസൈനറാണ് ഇവിടുത്തെ. അപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുമല്ലോ, പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് സ്ഥാനാർത്ഥികളെ പോസ്റ്റർ അടിക്കാനും നോട്ടീസ് അടിക്കാനും ഒക്കെ ആയിട്ട് ഒരു അറിയിപ്പ് എന്ന നിലയിലാണ് ഇങ്ങനൊരു പരിപാടിക്ക് മുതിർന്നത്. സാർ ആവശ്യപ്പെട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കുവാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് അറിയുമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനെ പോസ്റ്റർ ചെയ്യാൻ വേണ്ടി എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവരുടെ പണം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിവാദമായാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ സ്വന്തം പണം വെച്ച് ചെയ്തത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ അതും പ്രശ്നമായല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ 3 രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ എന്റെ സ്വന്തം പണം വെച്ചിട്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യുകയും അങ്ങനെ ഒട്ടിക്കുകയും ചെയ്തത്. അതൊരു പരസ്യത്തിന് വേണ്ടി മാത്രം ചെയ്തെന്നുള്ളൂ. പരസ്യം കണ്ടിട്ട് കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ? ആളുകളിപ്പം തീരെ കുറവാണ്. ഇപ്പം ഈ നിലവിൽ ഇന്ന് വരെ ആൾക്കാരുടെ വരവ് കുറവാണ്. എല്ലാവരും 10 കൊടുത്തതിന് ശേഷം തിങ്കളാഴ്ച മുതൽ വർക്ക് കൂടുതൽ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഡിസൈനൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്. ഈ വ്യത്യസ്ത ഐഡിയ താങ്കളുടെ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞെന്നാണോ? ഇല്ല, എന്റെ തന്നെ സ്വന്തം ഐഡിയയാണ്. ഇങ്ങനെ ചെയ്തു വെക്കാന്നുള്ളത് എനിക്ക് സാറിങ്ങനെ കാര്യം പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തെ എനിക്ക് സ്വയം തോന്നിയ ഒരു ഐഡിയ ആണിത്. ഭാവിയിൽ എന്തെങ്കിലും പാർലമെന്ററി മോഹം ഉണ്ടോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വല്ല ആഗ്രഹമുണ്ടോ? ഒരിക്കലും ഇല്ല. ഇന്ത്യയുടെ ജോലിയുടെ ഭാഗം എന്ന രീതി ചെയ്യുന്നുള്ളൂ. വേറെ ഒരു മോഹമില്ല. രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും ആ പുറത്ത് കണ്ട കൗതുക കാഴ്ച ഒരു ഉപജീവന മാർഗത്തിന്റെ കഥ കൂടിയാണ് പിന്നിലുണ്ട്. ഒരു ഡിസൈനിങ് സ്ഥാപനത്തിലെ ഡിസൈനർ കൂടുതൽ പരസ്യം ലഭിക്കുന്നതിനും കൂടുതൽ വർക്ക് ലഭിക്കുന്നതിനുമായി കാണിച്ച ഒരു കൗതുകമാണ് ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത്. കോട്ടയത്തു നിന്നും ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1.